ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപ്ലോഗ്രാഫി. വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് മൈക്കൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷേ മൈക്ക് ഓഫായിരുന്നു, വീഡിയോ മൊത്തം മ്യൂട്ടാണ്. അപ്പോൾ ഞാനിതെല്ലാം വോയിസ് ഓവർ ചെയ്യാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഞാനും ഡാനിയലും കൂടെ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോവാണ്. ഫുഡ് ഷോപ്പിംഗ് ആണ്. നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് ഡാനിയലിൻ്റെ വീട്ടിലായിരിക്കും, ഡാനിയലിൻ്റെ പേരൻസിൻ്റെ കൂടെ ആയിരിക്കും. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡാനിയലാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ടോസ്റ്റീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഓർഡറൊക്കെ എടുത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ വാങ്ങി വെക്കാമെന്നുള്ള രീതിയിൽ പോകുന്നതാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്, നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്മസ് ഈവിൻ്റെ അന്നും നമ്മൾ എന്താണ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിന്നറാണ് ഇവരുടെ വീട്ടിലുണ്ടാവാറ്. സ്പെഷ്യലി സ്നാക്സ് ആയിരിക്കും. സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഫ്സ് എന്നൊക്കെ പറയില്ലേ, അതിനെക്കാട്ടി ചെറിയ വേർഷൻ, ഈ കാനപ്പീസ് ഒക്കെ പോലെ. അപ്പം ഇത് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഞാൻ കഴിച്ച് എനിക്ക് നമ്മളിങ്ങനെ ഇവരുടെ ഫുഡ് കഴിക്കുമ്പോൾ, ഈ നിബിൾസ് കഴിക്കുമ്പോൾ നമുക്കൊരു വയറൊക്കെ നിറയും, പക്ഷേ ഒരു മനസ്സമാധാനം കിട്ടാറില്ല. അപ്പോൾ ഈ തലേന്നത്തെ ഫുഡ് ഇവൻ്റെ ചേച്ചിയാണ് മെയിനായിട്ട് കോർഡിനേറ്റ് ചെയ്യാറ്. പുള്ളിക്കാരിയാണ് വാങ്ങിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ളത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് പലതരം സ്നാക്ക് ഐറ്റംസ് ആണ്. കുഞ്ഞു സാധനങ്ങൾ. അപ്പോൾ ഇത് എന്താ കടയിൽ നിന്ന് നമുക്ക് അതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ റെഡി ടു ഈറ്റ് ആയിട്ട് ജസ്റ്റ് മൈക്രോവേവ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതുണ്ട്. ചിലത് അവൻ കുക്ക് ചെയ്യണം, അവനിൽ വെച്ച്. ചിലത് എയർ ഫ്രൈ ചെയ്യണം, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്കൊരു മനസ്സുഖവും കൂടെ വേണമല്ലോ ഇത് കഴിക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാമ്പോൾ ഞാൻ പപ്സ് ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഇതിൻ്റെ എല്ലാം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പപ്സും കൂടെ കഴിക്കാമല്ലോ. അപ്പം ഞാൻ കുറച്ച് എഗ് പപ്സും കുറച്ച് വെജ് പപ്സും ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളും കൂടെ ഇന്ന് വാങ്ങിക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് രാവിലെ ഇറങ്ങിയേക്കുന്നത്. ഈ കടകളൊക്കെ ഇപ്പം അത്യാവശ്യം വീക്കെൻഡും കൂടി ആയതുകൊണ്ട്, ക്രിസ്മസ് വീക്ക് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ ഇറങ്ങി രാവിലെ ഷോപ്പിങ്ങൊക്കെ തീർക്കാനുള്ള പ്ലാനിലായിരുന്നു നമ്മൾ. അങ്ങനെ. അപ്പോൾ ഈ തലേന്നത്തേക്കുള്ള ഫുഡിനും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. ബാക്കി ക്രിസ്മസ് ഡേയിലുള്ള നമ്മുടെ ലഞ്ചൊക്കെ ഇവൻ്റെ പേരൻസ് തന്നെയാണ് ചെയ്യാറ്. അതും ഇവിടുത്തെ ബ്രിട്ടീഷ് ഡിന്നറായിരിക്കും. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോറി, ഇത് മ്യൂട്ടായിപ്പോയി. അത് കാരണമാണ് ഞാനിങ്ങനെ ഇരുന്ന് വോയിസ് ഓവർ ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. നമ്മളാണെങ്കിൽ രാവിലെ ക്രിസ്മസ് ജമ്പറും ക്രിസ്മസ് ഹാറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഡാനിയലാണെങ്കിൽ ക്രിസ്മസ് ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ ക്രിസ്മസ് ജമ്പറായിരുന്നു ഇട്ടിരുന്നത്. എനിക്ക് ക്രിസ്മസ് ഹാറ്റ് വെക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും മുടിയൊന്നും സെറ്റൊന്നും ആക്കണ്ട, വെറുതെ ഹാറ്റ് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനും ക്രിസ്മസ് ഹാറ്റ് വെച്ചിട്ടുണ്ടായി. പിന്നെ ഇത് വലിയൊരു സൂപ്പർ മാർക്കറ്റായിരുന്നു. സോ നമുക്ക് കുറച്ചും കൂടെ കുറേ ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ വലിയ കൊറിയാൻഡറിൻ്റെ പാക്കേജൊക്കെ ആയിരുന്നു. അപ്പോൾ അവനും ഞാനും മാറി മാറി ഓരോ സാധനങ്ങൾ പറക്കിക്കൊണ്ടിടുമായിരുന്നു. ആവശ്യത്തിന് വേണ്ട ഐറ്റംസ്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ ഫ്രെയിമിൽ വരണ്ടെന്നുണ്ടായിരുന്നു. കണ്ട അവൻ്റെ ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ ജമ്പർ. നമ്മുടെ നാട്ടിലെ പോലെ ഇവരൊരുപാട് എരിവ് കഴിക്കില്ലല്ലോ. അപ്പം ഇവർക്ക് ആ എരിവിന് പകരം എനിക്ക് തോന്നുന്നത് ഇവർ അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് ചീസിൻ്റെ. അപ്പം ചീസ് ഭയങ്കര ആക്രാന്തമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ചീസ് ഇല്ലാത്തൊരു സംഭവം ഇവർക്കില്ല. പലതരം ചീസ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ക്രിസ്മസിന് ടോസ്റ്റീൻ്റെ ഉള്ളിൽ വെക്കാൻ കുറച്ച് പേര് ചീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവൻ ചീസ് പിക്ക് ചെയ്യുമായിരുന്നു. ചീസ് പിക്ക് ചെയ്തു. പിന്നെ ഒരു ഫിഷിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹാഡക് എന്ന് പറഞ്ഞൊരു ഫിഷാണ്. അത് ഓൾമോസ്റ്റ് സ്മോക്ഡ് ആണത്. കുക്ക്ഡ് ആണോയെന്ന് ചോദിച്ചാൽ പറയില്ല. സ്മോക്ഡ് ആയിട്ടുള്ള ഫിഷാണത്. അതിൽ കുറച്ച് എന്തോ ഫ്ലേവറും എന്തോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരെണ്ണം എടുത്തു. പിന്നെ നമുക്കിവിടെ കുറേ പോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണാം. ഇങ്ങനെ കുറേ മീറ്റ്. ക്രിസ്മസും കൂടി ആയതുകൊണ്ട് ഭയങ്കര ജോളിയാണ്. അപ്പം ഇത് സ്ട്രീക്കി ബേക്കൺ റാഷേഴ്സ് എന്ന് പറയും. ബേക്കണാണ്, പോർക്കാണ്. കുറച്ചും കൂടെ അമേരിക്കൻ സ്റ്റൈലാണത്. ഇത് ക്രെയിൻബെറി സോസ്. അപ്പം ചീസും ക്രെയിൻബെറി സോസും ഒക്കെ വെച്ചിട്ടൊരു ടോസ്റ്റി ആണ് എനിക്കും ഡാനിയലിനും വേണ്ടി അവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സീരിയലൊന്നും വീട്ടിൽ നമ്മൾ കഴിക്കാറില്ല. പക്ഷെ ഇങ്ങനെ വിശേഷ അവസരങ്ങളിൽ നമ്മൾ ഒരു പാക്കറ്റ് ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങാറുണ്ട്. ക്രിസ്മസ് ഡേയിലോ ക്രിസ്മസിൻ്റെ പിറ്റേന്നോ എപ്പോഴെങ്കിലും ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ് ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ നമ്മൾ ഇതൊരു പാക്കറ്റ് വാങ്ങാറുണ്ട്. ഇത് യൂഷ്വലി നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിലുള്ള ഐറ്റം അല്ല. അപ്പം നമ്മൾ ഏത് എടുക്കണം എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഷുഗർ കഴിക്കൽ കുറച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ സാധനം വാങ്ങിക്കൽ കുറവാണ്. പക്ഷേ ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ ഒരു സീരിയലിൻ്റെ പാക്ക് എടുക്കാറുണ്ട്. റൈറ്റ്. അങ്ങനെ അവൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് ഞാൻ അവന് കംപ്ലീറ്റ്ലി അത് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു.
അവൻ്റെ പിക്ക് മതി, അവൻ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവനത് ഇഷ്ടമുള്ളത് ഒരെണ്ണം നോക്കി എടുത്തു. ഈ സ്ട്രീക്കി ബേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് അതൊരു പോർക്കിൻ്റെ ഒരു ഐറ്റമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് അല്ല, മോസ്റ്റ്ലി അമേരിക്കനാണ് ആ ഐറ്റം. കുറച്ചും കൂടെ ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആ ബേക്കൻ്റെ സ്ട്രീക്ക്. സോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ടായി. ക്രിസ്മസ് ജമ്പറൊക്കെ ഇട്ട് ഭയങ്കര തിരക്കാണ്. വയസ്സായ ഒരുപാട് ആൾക്കാരെ നമുക്കന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായി. എല്ലാവരും വലിയ ട്രോളിയൊക്കെ തള്ളി മെയിനായിട്ട് ക്രിസ്മസ് ഷോപ്പിംഗ് ആണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ ചിരിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചിരിച്ചുകൊണ്ടിരുന്നേ കാരണം ഇവൻ്റെ അടുത്തൊരു അമ്മച്ചി വന്നിട്ട് ചോദിച്ചു ഈ ജമ്പർ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അവരുടെ ഭർത്താവിന് ഇത് ഭയങ്കര ഇഷ്ടമാവും, അപ്പോൾ അത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. ഇത് ഈ കാണുന്ന സ്നാക്സാണ് നമ്മൾ 24th ഇവൻ്റെ വീട്ടിൽ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലത്തെ കുറേ പാക്കറ്റ് ഉണ്ടാവും. ഇതെല്ലാം ഇവർ കുക്ക് ചെയ്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ അങ്ങ് നിരത്തി വെക്കും. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ നമ്മുടെ കേരള എഗ് പപ്സും കേരള വെജ് പപ്സും കൂടെ കയറ്റി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പഫ് പേസ്ട്രിയും കൂടെ വാങ്ങിക്കണം. അപ്പോൾ പഫ്സ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഡാനിയൽ ഇവിടെ വെച്ച് എന്നെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ കാണിച്ചു തരുമായിരുന്നു. വെറുതെ പറയണതാണ്, നമ്മുടെ വായിൽ വെക്കാൻ കൊള്ളില്ല, പക്ഷെ എന്നാലും ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമ്മളിതുപോലത്തെ വലിയ വലിയ കടകളിൽ വരുമ്പോൾ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള പാക്കറ്റിൽ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇപ്പം ബിയർ ബോട്ടിൽ, പിന്നെ കേക്ക്, ചോക്ലേറ്റ്സ്, എന്ത് സാധനങ്ങളും ഇവിടെ വലിയ വലിയ പാക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ട്. അപ്പോൾ ബിയറിൻ്റെ കുറേ കേസുകൾ ഇപ്പം നിങ്ങൾക്ക് ഇരിക്കുന്നതാണ്. ഇത് നമുക്ക് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അതാകുമ്പോൾ ഒരു വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ പാക്കറ്റ് വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചീപ്പായിട്ട് കിട്ടും. സ്ലൈറ്റ്ലി വലിയ മറ്റേ കടകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചീപ്പായിരിക്കും. ഗിന്നസിൻ്റെയൊക്കെ 12 ക്യാനിൻ്റെ കേസാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. ഇതൊരു വലിയ കടയാണ്. ഇതിൽ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി നടക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 5000 സ്റ്റെപ്സ് നമ്മൾ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പോൾ ഇത് ചായ, കാപ്പി, കോഫി പൗഡർ, ഇതിൻ്റെയൊക്കെ വലിയ വലിയ പാക്കേജ് ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന്. നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഓൺലൈനിലാണ് ചെയ്യാറ്. ഇങ്ങനെ കടയിൽ പോയി ടൈം കളയാറില്ല പൊതുവേ. ഇത് റെയറായിട്ടായിരിക്കും ഇങ്ങനെ കടയിൽ പോകുക. അല്ലെങ്കിൽ കുഞ്ഞു സാധനം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളപ്പോഴേ കടയിൽ പോകാറുള്ളൂ. ഒരുപാട് സാധനമുള്ളപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ പ്ലേസ് ചെയ്യും. പിന്നെ ക്രിസ്മസി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ ബെഡ്ഷീറ്റ്, ക്രിസ്മസ് കട്ട്ലറി, പാത്രങ്ങൾ. അതൊരു ടേബിളിൽ വിരിക്കുന്നൊരു ടേബിൾ റണ്ണറാണേ. മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് നല്ല രസമുണ്ട്. അത് റെഡ്യൂസ്ഡ് ആയിരുന്നു, ഞാൻ വാങ്ങിച്ചില്ല. ക്രിസ്മസ് ഐറ്റംസ് വാങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ തലേ ദിവസം 24-ാം 26-ാം 25-ാം ആ ടൈമിൽ, അതായത് ഇക്കൊല്ലത്തേക്കുള്ള ക്രിസ്മസിനല്ല, നമ്മൾ അടുത്ത കൊല്ലത്തേക്കുള്ള ക്രിസ്മസിന് ഇപ്പോഴേ വാങ്ങിക്കാനാണെങ്കിൽ 24, 25, 26 തീയതികളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ സാധനങ്ങളൊക്കെ അവർ പകുതി കുറവ് പൈസയ്ക്ക് അവർ പ്ലേസ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാൻ പറ്റും ആ സമയത്ത്. ഫുൾ പ്രൈസ് കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ ചോക്ലേറ്റ്സ് ആണേ. ഇതുപോലത്തെ ഇതൊക്കെ ഓഫീസിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഓഫീസിൽ ഇതിൻ്റെയൊക്കെ ഒരു 5-6 പാക്കറ്റ് കാണും. കാരണം എല്ലാവരും ഓരോ പാക്കറ്റ് വെച്ച് കൊണ്ടുവരും. പിന്നെ എല്ലാവരും ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനും ഉണ്ടായിരുന്നു ഇവിടെ, കുറേ വലിയ പാക്കേജിൻ്റെ ഒക്കെ. ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടി ചീപ്പറാവും. ഡാനിയൽ ഇവിടെ കുറച്ച് പരിപാടി ഒപ്പിക്കുമായിരുന്നു. അവന് കുറച്ച് അവൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അവൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് അവൻ പ്രിൻ്റ് എടുക്കുമായിരുന്നു. നമ്മളത് കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ഐറ്റംസൊക്കെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ കാറിൽ കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ അവിടെ അടുത്തൊരു ചാരിറ്റി ഷോപ്പുണ്ട്, ചുമ്മാ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ചാരിറ്റി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും, മെയിനായിട്ട് ഡാനിയൽ പോകുന്ന DVD എടുക്കാനാണ്. അവന് DVD കളക്ഷൻ ഉണ്ട്. ഞാനും അപ്പോൾ കൂടെ പോയി. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടെ. ഏതായാലും രാവിലെ തന്നെ ഇറങ്ങിയതല്ലേ. അപ്പോൾ നല്ല വെതറായിരുന്നു, പക്ഷെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഐറ്റംസൊക്കെ തിരിച്ച് കൊണ്ടുവെക്കാൻ പോവാണ്. നമ്മൾ ആ ഉണ്ടായിരുന്ന ലൊക്കേഷനിൽ തന്നെ ഒരു കോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നടന്നിട്ട് റിട്ടേൺ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണാൻ എന്തോരം സാധനം നമ്മൾ വാങ്ങിച്ചതേ, എല്ലാം ബൂട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ ചാരിറ്റി ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ച് പോവാണ്. ചാരിറ്റി ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് ചില റെയർ പീസുകൾ കിട്ടും. എപ്പോഴും നമ്മൾ ലക്കി ആവണമെന്നില്ല, പക്ഷെ നമ്മൾ ചിലപ്പോൾ വീട്ടിലോട്ട് വേണ്ട എന്തെങ്കിലും സാധനങ്ങളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഷോ പീസ് ആയിരിക്കും, ഭയങ്കര ലക്കി ആയിരിക്കണം. വെറുതെ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ എന്നെ ഒരു പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ വന്നു. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം പാമ്പുകളാണ്. അപ്പോൾ അവിടെ കുറേ പാമ്പിൻ്റെ ഇങ്ങനത്തെ കുറേ ടോയ് പീസുകളുണ്ടായിരുന്നു, എല്ലാം തിരിച്ചുകൊണ്ട് വെച്ചു. അത് കണ്ടില്ലേ, ഈ ഐറ്റമാണ് അവൻ എന്നെ പേടിപ്പിച്ചത്. അത് ആ വീഡിയോയിൽ വോയിസ് ഓവറൊക്കെ ഉള്ളപ്പോൾ നല്ലതായിരുന്നു. ആ വോയിസ് ഓവറൊന്നും എല്ലാം മ്യൂട്ടായിരുന്നു എൻ്റെ ഫോൺ. എനിവേസ്, ഇങ്ങനത്തെ കുറേ കുരുട്ട് സാധനങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ എനിക്കൊന്നും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. നമ്മൾ പാമ്പിൻ്റെ വ്യത്യസ്ത തരമായ പാമ്പുകളുണ്ടായിരുന്നു അവിടെ, വുഡ് വെച്ചുള്ളത്. ചാരിറ്റി ഷോപ്പിൽ കുറേ ഐറ്റംസ് കിട്ടും ഇതുപോലെ. ആ വുഡ് വെച്ചുള്ള പാമ്പിനെ എടുത്ത് അവൻ കറക്കുകയാണ്. അത് കുറച്ചും കൂടെ സ്റ്റേബിളാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ ക്രിസ്മസ് ഷോപ്പിംഗ്. അതിനുശേഷം ഇനിയും കുറച്ച് ക്രിസ്മസ് വീഡിയോസ് വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. കുറച്ചും കൂടെ വൃത്തിയായിട്ട് മൈക്കൊക്കെ ഓൺ ചെയ്ത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.